ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കാണുകയാണ് ബി നേതാക്കൾ. കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ടെന്ന് ശശി തരൂർ തുറന്നു പറയുകയും ചെയ്തു. അത് പുസ്തകം എഴുത്തായാലും പ്രസംഗം ആയാലും മറ്റു പാർട്ടികളിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കോൺഗ്രസുമായി കൂടുതൽ ഇടഞ്ഞാൽ തരൂർ തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂവെന്നാണ് BJPയുടെ നിലപാടും. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാനത്ത് BJP ആദ്യമായി വിജയം പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJP രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതും തിരുവനന്തപുരത്താണ്. മറ്റൊരു മണ്ഡലത്തിലും 2024 മുമ്പ് വരെ അവർക്ക് രണ്ടാമത് എത്താൻ കഴിഞ്ഞിട്ടില്ല. 2014 തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തിയ തകർപ്പൻ പ്രകടനമായിരുന്നു BJP അവിടെ കാഴ്ചവെച്ചത്. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം. 2024 തിരുവനന്തപുരത്ത് BJP തോറ്റു, എന്നാൽ തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്തു. അതോടെ കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലം എന്ന പേര് തൃശ്ശൂരിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും BJPക്ക് ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമ്മതിയാണ് ജയമൊരുക്കിയതെന്ന കാര്യം എടുത്തു പറയണം. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ തിരുവനന്തപുരത്ത് എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാകൂ എന്ന വാശിയിലാണ് BJP. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരനാണ് ശശി തരൂർ. എന്നാൽ കോൺഗ്രസ് അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ഇന്നേവരെ പരിഗണിച്ചിട്ടില്ല. കോൺഗ്രസ് ഭരണകാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തെ ലോക്സഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ അവർക്ക് തോന്നിയിട്ടുമില്ല. ഒരിക്കൽ പോലും ലോക്സഭയിലേക്ക് ജയിക്കാത്ത മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകാൻ അവസരവുമുണ്ടായി. അദ്ദേഹം തങ്ങൾക്കെതിരായി ഒരു വാക്ക് പോലും മിണ്ടില്ലെന്ന് കോൺഗ്രസ് അടക്കി ഭരിക്കുന്ന ആ കുടുംബത്തിന് ഉറപ്പായിരുന്നു. എന്നാൽ തരൂർ തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അതിന് മറുപടി പറയാൻ പോലും കഴിയില്ലെന്നും ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളവർക്ക് നന്നായി അറിയാം. അതുതന്നെയാണ് ശശി തരൂരിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണവും. തിരുവനന്തപുരത്ത് എനിക്കുള്ള സ്വീകാര്യത പാർട്ടിക്കുള്ളതിനേക്കാൾ കൂടുതലാണ്. എന്റെ സംസാരവും പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടമാണ്. കോൺഗ്രസിനെ പൊതുവെ എതിർക്കുന്നവർ പോലും എനിക്ക് വോട്ട് ചെയ്തു. 2026 ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ് എന്നും ശശി തരൂർ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തെക്കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള തന്റെ അവകാശത്തെ ജനങ്ങൾ പിന്തുണച്ചു എന്നതാണ് തിരുവനന്തപുരം MP ആയി താൻ 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ടതിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കന്മാർ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ ശശി തരൂർ പാർട്ടി വിട്ടുപോകാൻ തന്നെയാണ് സാധ്യത. 2 കൈ നീട്ടി സ്വീകരിക്കാൻ BJP തയ്യാറായി ഇരിക്കുന്നുമുണ്ട്. നരേന്ദ്രമോദിയും അമിത്ഷായും തരൂരിന്റെ കഴിവുകളെ മാനിക്കുന്ന ആളുകളാണ്. പല പ്രസംഗങ്ങളിലും അക്കാര്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പതുക്കെ വേരുകൾ ഉറപ്പിക്കാനുള്ള BJPയുടെ പടയോട്ടത്തിൽ അടുത്ത സ്ഥാനം തിരുവനന്തപുരത്തിന് തന്നെയാണ്. അത് ശശി തരൂർ ആകുമ്പോൾ അവരുടെ വിജയ സാധ്യത 100% മേലെയാണ്.